പുക വലിച്ച് ഒരു കഞ്ചാവ് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മറക്കാമല്ലോ, വേറൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കാം. ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റില്ല മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും വികാരങ്ങളും, അതായത് ദേഷ്യം, സ്നേഹം, സങ്കടം. അല്ലെ, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിനെ സമൂഹം കാണാൻ പോകുന്നത് ഒരു ഭ്രാന്തനായിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സങ്കടങ്ങളൊക്കെ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ? ദൈവത്തിന് അറിയാം, ദൈവം എല്ലാത്തിനും നിയന്ത്രിക്കുന്നു, നമ്മളെന്തിനാ പേടിക്കുന്നത്? ആ ഒരു ബാരിയർ 1500 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതിയത്. അതായത് എന്തോരം പ്രവർത്തിച്ചതാണ് മനുഷ്യരുടെ ഇടയിൽ, എന്നിട്ടാണ് ബൈബിൾ എഴുതിയത്. കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറന്നു പോകുക. അതെ, ദ റിയൽ സൊല്യൂഷൻ ഓൾവേസ് ടേക്സ് ടൈം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോയിട്ടുള്ളതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതുമായ ഒരു കാര്യത്തെ പറ്റിയാണ്. ഡിപ്രഷൻ, അതായത് വിഷാദം. അതെ, നിങ്ങൾ ലോകത്തിൽ തന്നെ ഗൂഗിളൊക്കെ എടുത്ത് റീസെർച്ച് ചെയ്ത് നോക്കുക. എത്ര പേരാണ് ലോകത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിപ്രഷൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റായിട്ട് വരും. പക്ഷേ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷനുള്ള ശരിക്കുള്ള സൊല്യൂഷൻ, റിയൽ സൊല്യൂഷൻ, വെറും കുറച്ച് നേരത്തേക്കുള്ള ടെമ്പററി സൊല്യൂഷനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, പക്ഷെ ശരിക്കുള്ള സൊല്യൂഷനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഡിപ്രഷനെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് പെർമനൻ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പെർമനൻ്റായി അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞങ്ങൾ ഡിപ്രഷനെ കുറിച്ചും അതെങ്ങനെ അതിജീവിക്കാം എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ഡിപ്രഷൻ എന്നാൽ വെറും സങ്കടമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ക്ഷീണമോ അല്ല. നമ്മുടെ ദൈനംദിന, അതായത് ഡെയിലി ലൈഫിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്നതായിട്ടൊരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ അനവധി ആൾക്കാർ ഡിപ്രസ്ഡ് ആണ്. അത് പക്ഷേ ആ ഒരു മൈൻഡിനെ സംബന്ധിച്ചൊരു കാര്യമാണ് ഡിപ്രഷൻ, അല്ലേ? അതെ, മൈൻഡിനെ സംബന്ധിച്ച് പല ആൾക്കാരും എന്താ പറയുക, രോഗങ്ങളായതുകൊണ്ട് അവർ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. അതായത് രോഗം പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ പല ബന്ധങ്ങൾ, റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും ഡാമേജസ് വരുമ്പോൾ, അതായത് ആഘാതങ്ങൾ വരുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കാമുകന്മാരുടെ ഇടയിലൊക്കെയാണ് കൂടുതലും ഇതെല്ലാം കാണാൻ പറ്റുന്നത്. അവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് വേറൊരു ഗേൾ ഫ്രണ്ടിനോട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ ഒരു ഡിപ്രഷൻ വരുന്നതെന്നാണ് ആളുകൾ നമുക്ക് ഇന്നത്തെ ഒരു സമൂഹത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഈ പൈസ, അതായത് നല്ലൊരു ജോലി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു വിലയില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ലെവലിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താതെ വരുമ്പോൾ ഡിപ്രഷൻ ആവണം നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, നമുക്ക് എന്താ പറയുക, കടങ്ങൾ എങ്ങനെ വീട്ടും, അങ്ങനെ ഒരുപാട്. പിന്നെ ആ ഒരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, കടങ്ങൾ എങ്ങനെ വീട്ടും, അല്ലേ? അതൊക്കെ വരുമ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഇതൊക്കെ വീട്ടാന്ന് പറഞ്ഞായിരിക്കും മേടിച്ചത്. പക്ഷെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, ചിലപ്പോൾ രോഗം വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാകാം, അവസാനം കടക്കണിയിലായി അവസാനം ആത്മഹത്യ വരെയും ചെയ്തവരുണ്ട്. പിന്നെ ചെയ്യാൻ ഇരിക്കുന്നവരും, അല്ലെ, ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണ് അവരാഗ്രഹിക്കുന്നത്? ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണം, ഈ ജീവിതത്തിലെ ഒരു വേദന. കാരണം ശരീരപ്രകാരം നമുക്ക് നോക്കുമ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരായിരിക്കും, പക്ഷെ മനസ്സിനെ സംബന്ധിച്ച് അവർക്ക് വളരെ സോഫ്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ടുള്ള ടഫ്നെസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ആ ഡിപ്രഷനിലായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിപ്രഷനിലായിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തി അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല ആൾക്കാരും പോകുന്നത് ഭൗതികമായിട്ട്, അതായത് ലോകത്തിലെ തന്നെ ഒരു റെമഡിയിലേക്കാണ്. അതായത് അതിൻ്റെ തന്നെ ഒരു എന്താ പറയുക, ചികിത്സാ രീതിയിലേക്കാണ്. പല ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലേ, എനിക്ക് വിഷമമാണ്, ഞാൻ എന്താ ചെയ്യണം. അപ്പോൾ പലർക്കും കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുക. പല ആൾക്കാരും ആ ഡിപ്രഷനിലൂടെ മയക്കുമരുന്ന്, മദ്യപാനം, പുകവലിയിലുള്ള അഡിക്ഷനിലേക്ക് പോകുന്ന ആൾക്കാരുമുണ്ട്. അതെ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ ഒരു മൈൻഡിനെ കില്ല് ചെയ്യുന്നൊരു സ്വഭാവമാണ്. അതായത് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെയാണ് അവർ. കാരണം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് പിന്നെ ഇരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ആളുകൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പല മോശമായ ഹാബിറ്റുകളൊക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പുകവലിയായിരിക്കാം, മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ കാണുന്നതായിരിക്കാം, പിന്നെ ബാഡ് ഫ്രണ്ട്ഷിപ്സ്, ഇങ്ങനെ ഒരുപാട് എന്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാമോ അതെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ട് ഡിപ്രസ്ഡ് ആയതുകൊണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, എങ്ങനെ ഇതൊന്നും ചെയ്യാതെ ലോകത്തിൻ്റെ വഴിയിലൂടെ പോകാതെ, പിന്നെ പല ആൾക്കാരും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകും, അല്ലേ? സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കുന്നത്
മരുന്ന് കഴിക്കുക അല്ലെ, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വ്യക്തിനെ സമൂഹം കാണാൻ പോകുന്നത് ഒരു ഭ്രാന്തനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എന്നുള്ള അതായത് ഒന്നിനും ഒരു കെൽപ്പില്ലാത്തൊരു വ്യക്തി. ഇവൻ ഈ ഒരു ഡിപ്രഷൻ എല്ലായിടത്തും ഞാൻ പല ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവര് പറയും ഞാൻ ഡിപ്രഷന് വേണ്ടി മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെന്താണ് ആ വ്യക്തിയെ നോക്കുമ്പോൾ എല്ലാവരും അവൻ ഈ ഡിപ്രഷനിലായിപ്പോയതാണ്, പിന്നെ അവനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇടപെടണം, അല്ലെങ്കിൽ അവൻ പിന്നെയും ഡിപ്രഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആ വ്യക്തിയെ നമ്മളെന്തായി ബലമില്ലാതാക്കണേണ് ആ വ്യക്തിനെ. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും അല്ല സംസാരിക്കുന്നത്. ശരിക്കും ഇത് നമ്മുടെ ഒരു ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു ചാനലാണെന്ന് നിങ്ങളെ ഞങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് ഉറപ്പായ വിശ്വാസമുള്ളവർക്കുള്ള ഒരു ചാനലാണത്. ബൈബിൾ ഉറപ്പായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ട് വിശ്വസിക്കാനായിട്ടുള്ള തെളിവുകളെക്കുറിച്ചും ഈ ചാനലിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നെ ലോകത്തിൽ പല കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താം. ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ വചനമാണോ? അല്ലെങ്കിൽ നിങ്ങളത് വിശ്വസിക്കണ്ട. ആണെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാക്കിയത് ആരാണ്? ദൈവമാണ് നമ്മളുടെ മനുഷ്യൻ്റെ ഇത്ര സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ള, ശാസ്ത്രത്തിന് പോലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റില്ല മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയും വികാരങ്ങളും, അതായത് ദേഷ്യം, സ്നേഹം, സങ്കടം, പല വികാരങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പലർക്കും അവർ പറയും കെമിക്കൽ റിയാക്ഷൻ അങ്ങനെയുള്ള സംഭവമൊക്കെ പറയുമെങ്കിലും അവർക്ക് അറിയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായത് എന്ന് നമുക്കറിയാം, ദൈവമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിനെ ഉണ്ടാക്കിയ ദൈവം തരുന്ന സൊല്യൂഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് എല്ലാ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ഒരുക്കിയിരിക്കുന്നത് ബൈബിളിൽ. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല ആൾക്കാരും നമ്മൾ ലോകത്തിൽ ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സ്വയമേ അതിന് ഏറ്റവും ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നത് ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനങ്ങളാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ ഒരു ഡിപ്രഷനിലാകുന്നത് മറ്റൊരു വ്യക്തിയുടെ തീരുമാനം കൊണ്ടാണ്, അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു വ്യക്തി ആ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലായത്. പലരും പറയും അല്ലേ, ഞാൻ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം ആ വ്യക്തിയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മൾ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം നമ്മൾ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു ഡിപ്രഷനിലായിരിക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്രഷനിലുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. നമ്മളുടെ മൈൻഡിൻ്റെ കൺട്രോൾ വേറൊരാൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മളുടെ മൈൻഡിൻ്റെ കൺട്രോൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ മാത്രമാണ്. അപ്പം നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം നമ്മളാണെന്നുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിപ്രഷനെ അതിജീവിക്കുവാനായിട്ടുള്ള ആദ്യത്തെ പടി. പിന്നെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് എന്താ ഉള്ളത്, അതായത് 2 കൊരിന്ത്യർ 7:6 നിങ്ങളത് വായിച്ചു നോക്കുക. എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം, ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് കംഫർട്ട്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആശ്വസിപ്പിക്കുന്ന. ഗോഡ് കംഫർട്ട്സ് ദ ഡിപ്രസ്ഡ്, അതായത് നിരാശയിലും അല്ലെങ്കിൽ വിഷാദത്തിലായിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കും എന്നുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു വളരെ വലിയ കടക്കിണിയിലോ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ, പക്ഷെ നിങ്ങൾക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, നല്ല ധനവാനായിട്ടുള്ള, നിങ്ങളെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഭയക്കാനുണ്ടോ? ഇല്ല. കാരണം ആ വ്യക്തി നിങ്ങളുടെ ആവശ്യത്തിന് എപ്പോഴും റെഡിയാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഉടനെ സഹായിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കില്ല. കാരണം നിങ്ങൾ എത്ര കടക്കിണിയിലാണെന്ന് പറഞ്ഞാലും ആ വ്യക്തി ഉണ്ടല്ലോ, എൻ്റെ കൂടെ അവനുണ്ട്, പിന്നെ എന്താ ഞാൻ പേടിക്കണം, അല്ലേ? പക്ഷെ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആളാണ് നമ്മൾക്ക് കൂടെ ഉള്ളത്, അതായത് ദൈവം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പേഴ്സണലായിട്ട് ദൈവം ഇൻട്രസ്റ്റഡ് ആണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഇത്രയും പേഴ്സണലായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുമ്പോൾ, അതായത് ലോകത്തിൽ എത്ര 8 ബില്യൺ, അതായത് 800 കോടിയോളം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അതൊക്കെ മനുഷ്യൻ്റെ ഒരു ചിന്തയാണ്, ഇത്രയും ആളുകൾ എങ്ങനെ ദൈവം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും, എല്ലാവരുടെയും ജീവിതത്തിൽ എങ്ങനെ പേഴ്സണലായിട്ട് ഇടപെടാൻ പറ്റും? അതൊക്കെ നമ്മുടെ ഒരു ചിന്തകളാണ്. മനുഷ്യൻ്റെ പോലെ അല്ല ദൈവം, മനുഷ്യനെ പോലെ വീക്കല്ല. ദൈവം വളരെ പവർഫുള്ളാണ്. എല്ലാത്തിനുമുള്ള കാര്യം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെക്കാളും ആർക്കറിയാം? ദൈവത്തിനറിയാം. നമ്മുടെ അമ്മയ്ക്കും അപ്പനും അറിയില്ലായിരിക്കും,
നമ്മുടെ സഹോദരനോ സഹോദരിക്കോ അറിയില്ലായിരിക്കും, ഭാര്യക്കോ മക്കൾക്കോ അറിയില്ലായിരിക്കും, പിന്നെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല നമുക്ക് ഏറ്റവും ബെസ്റ്റ്. കാരണം അവർക്ക് ഫ്യൂച്ചർ അറിയില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ദൈവത്തിനറിയാം. നമ്മൾ ബൈബിളിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ദൈവം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു എന്ന്. കാരണം അത്രയും ദൈവം നമ്മളെ കരുതുന്നു. കാരണം നമ്മൾ ഉരുവാകുന്നതും തുടങ്ങി നമ്മുടെ ഫ്യൂച്ചർ മരണം വരെ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോകുന്നത് എന്നുള്ളത് ദൈവത്തിന് വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അതെ, നമ്മുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു വലിയ ക്യാനാണെന്ന് ചോദിച്ചോ, തുറന്നു വെച്ചേക്കണ ക്യാനാണ്. ആ ക്യാൻ്റെ ഉള്ളിൽ മലമ്പാമ്പുണ്ട്, നല്ല വലിയ സൈസുള്ള. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് ചാടിപ്പോവും അല്ലേ? അത് ചാടിപ്പോയാൽ ഇല്ലെന്ന് നമ്മൾ അറിയില്ല, കാരണം നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഒരിക്കൽ ചാടിപ്പോയാൽ എവിടെയാണ് വരുന്നത്, നമ്മുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുക ആ മലമ്പാമ്പിൻ്റെ കാര്യം. തീർച്ചയായും. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ കാര്യം. നമ്മളത് എപ്പോഴും ചെക്ക് ചെയ്ത് എപ്പോഴും സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവികമായ കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം അതാണ് ഏറ്റവും നിലനിൽക്കുന്ന കാര്യം, നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്ന കാര്യം. അത് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ആ ഒരു മൈൻഡ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ ഒരു മലമ്പാമ്പിനെ പോലെ നമ്മുടെ മൈൻഡ് നമ്മളെ തന്നെ നശിപ്പിക്കും അല്ലെങ്കിൽ. അതെ, നമുക്ക് മത്തായി 6-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഭൂമിയിലുള്ള ഒന്നിനെയും പറ്റിയും വിചാരപ്പെടരുത്. ദൈവം നമ്മളെ എപ്രകാരം കരുതുന്നു എന്ന് നമുക്ക് മത്തായി 6-ാം അധ്യായം മുഴുവൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പറവകളെ നോക്കുവാൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളെ ശേഖരിക്കുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ദൈവം അവർക്ക് നൽകാതിരിക്കുന്നു. അതെ, ലോകത്തിലുള്ള മനുഷ്യരെക്കാളും കൂടുതലാണ് ഈ മൃഗങ്ങൾക്ക്. അപ്പൊ ഇവർക്കൊക്കെ മനുഷ്യരാണ് ഭക്ഷണം കൊടുക്കുന്നത്? അല്ല, അവർക്കൊക്കെ ദൈവമാണ് കരുതുന്നത്. മനുഷ്യർ ഇത്രയും നാളും ഭക്ഷണം കൊടുത്തിട്ടാണോ കടലിൽ ഇത്രയും ജീവികളൊക്കെ ജീവിച്ചത്? നിങ്ങളൊന്ന് ചിന്തിക്കുക, മനുഷ്യർക്ക് കുറച്ചുള്ള നമ്പർ മൃഗങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങളെ ഏറ്റവും നമ്മുടെ മനുഷ്യരുടെ കാര്യമാണ് പറയണത്. നമ്മളെ ഏറ്റവും പ്രഷ്യസ് ആണ് ദൈവത്തിൻ്റെ മുമ്പിൽ മൃഗങ്ങളെക്കാളും. അതെ, ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളറും തിയോളജിനുമായ ലിയോൺ മോറസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ദൈവം സൃഷ്ടിയുടെ ഏറ്റവും താഴ്ന്ന ക്രമങ്ങളെ നന്നായി പരിപാലിക്കും. താഴ്ന്ന ക്രമങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ജീവജാലങ്ങൾ, ഏറ്റവും താഴ്ന്ന ക്രമങ്ങളെ വരെ പരിപാലിക്കുന്ന ദൈവം സൃഷ്ടിയുടെ ഏറ്റവും കിരീടം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൃഷ്ടിയാണ് മനുഷ്യനെ. അപ്പോൾ എത്രമാത്രമായിരിക്കും ദൈവം കരുതുന്നത്? അതെ, നിങ്ങൾ മത്തായി 6 വായിച്ചു നോക്കുക. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നിങ്ങളുടെ ലൈഫിന്. അവിടെ യേശു പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും നാളത്തെക്കുറിച്ച് വിചാരപ്പെടരുത്, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നമ്മുടെ കൺട്രോളിലല്ല അതായത് നമ്മളുടെ കൺട്രോളിലല്ല നമ്മളുടെ മൈൻഡോ അല്ലെങ്കിൽ ഈ ഒരു വിചാരം. അൻസൈറ്റിയാണ് ഈ ഡിപ്രഷനിലേക്ക് പിന്നെ നയിക്കുന്ന ഒരു കാര്യം. വിചാരപ്പെടുക, ഉത്കണ്ഠ. നമ്മുടെ കൺട്രോളിൽ എല്ലാ കാര്യമെങ്കിലും യേശു ഒരിക്കലെങ്കിലും പറയുമോ വിചാരപ്പെടരുതെന്ന് പറയുമോ? കാരണം നമ്മളുടെ കൺട്രോളിൽ ആയ കാര്യത്തെക്കുറിച്ചല്ല യേശുവിന് പറയാൻ പറ്റുള്ളൂ വിചാരപ്പെടരുത്, നിങ്ങളിത് ചെയ്യരുത്. കാരണം നമ്മുടെ കൺട്രോളിലാണത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരപ്പെടരുത്, ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, നിങ്ങൾക്ക് പറ്റും. പക്ഷേ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യം എന്നുള്ളൊരു കാര്യം നമ്മളത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിലെന്ന് പറയണില്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി ഇതുപോലെ ഇരിക്കും. പക്ഷെ നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ കാലത്ത് പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമല്ല. കാരണം നമുക്ക് ബൈബിളിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും, ബൈബിളിൽ പല വ്യക്തികൾക്കും ഈ ഡിപ്രഷനിലൂടെ കടന്നുപോയ വ്യക്തികളായിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഉദാഹരണത്തിനായിട്ട് നോക്കുവാണെങ്കിൽ ഏലിയാവ് എല്ലാത്തിലും വിജയം നേടിയ ശേഷം ഭയം കാരണം മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് 1 രാജാക്കന്മാർ 19:4 വ്യക്തമായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എങ്കിലും അത്രയും വേദന, അതായത് എല്ലാം ദൈവം തക്ക സമയത്ത് നടത്തി കൊടുത്തു, എന്നിട്ട് മരിക്കാനായിട്ട് പിന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പം എന്നിട്ടും ദൈവം അതിനെ ദൈവം കൈവിടുന്നില്ല. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടക്ക് തുടങ്ങിയൊരു സംഭവമൊന്നുമല്ല, മനുഷ്യനെ ആരംഭിച്ച മുതലേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആകെ 100% വിജയിക്കാൻ പറ്റിയിട്ടുള്ളവർ ദൈവത്തിൽ ആശ്രയിച്ചവർക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ദാവീദിൻ്റെ മറ്റൊരു ഉദാഹരണമുണ്ട്. സങ്കീർത്തനങ്ങളിൽ തന്നെ ദാവീദ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ ഞാൻ അസ്വസ്ഥനാണ്, എൻ്റെ ആത്മാവ് വിഷാദത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ അതേ ദാവീദ് തന്നെ
സങ്കീർത്തനം 42:5 പറയുന്നുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് സ്വയം ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിലുള്ള സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ 12 സ്റ്റെപ്പ് പ്രോഗ്രാമുകളൊക്കെ തരും. ഈ ഒരു 12 സ്റ്റെപ്പ് പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്രഷനൊക്കെ മാറി നിങ്ങൾ പഴയതുപോലെ ആകും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ 12 സ്റ്റെപ്പ് പ്രോഗ്രാം കഴിഞ്ഞാലൊന്നും നിങ്ങളുടെ ഡിപ്രഷനൊന്നും പോകില്ല. ഒരു 5-6 വർഷം കഴിയുമ്പോൾ വീണ്ടും വരും. കാരണം അവർക്ക് വേണ്ടത് പൈസയാണ്, നിങ്ങളുടെ പണമാണ്. അല്ലാതെ അവരുടെ ഒരു പ്രൊഫഷനാണത്. നിങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളെ കരുതുന്ന പോലെ മനുഷ്യരാരും കരുതുന്നൊന്നുമില്ല. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൻ്റെ വഴികളൊക്കെ ശരിക്കും നിങ്ങളെ കരുതിക്കൊണ്ടല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടെമ്പററി ആയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം നൽകി എല്ലാവരുടെയും മുൻപിൽ പ്രൂവ് ചെയ്യണം. അത്രയേ ഉള്ളൂ. എല്ലാവരെയും കുറിച്ചല്ല, ചിലവരൊക്കെ എന്താണ് നിങ്ങളെ സ്നേഹിക്കണവരൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്കും ശരിക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ ഒരു കാര്യം അതിജീവിക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. പല വഴികളൊന്നുമില്ല, ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലൂടെ മാത്രമാണ്. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കാം. അതായത് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ഗിൽറ്റി കോൺഷ്യൻസ്. അതായത് ഗിൽറ്റി കോൺഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധമുള്ള മനസാക്ഷി, ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ആ ഒരു വേദന. ഇതെല്ലാം മനുഷ്യനും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്കും ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. പക്ഷേ ഈ ഒരു ഗിൽറ്റി കോൺഷ്യൻസ് നമ്മൾ എടുത്തു മാറ്റും. എങ്ങനെ എടുത്തു മാറ്റും? ഒരു മല കയറിയാൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ പല ആൾക്കാരും ഈ ഒരു കുറ്റബോധവും ഇതൊക്കെ മാറാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, പിന്നെ ചിലവർ യാത്രകളൊക്കെ ചെയ്യും. പക്ഷേ ഇതിലൂടെയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം അവർ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഈ ഗിൽറ്റി കോൺഷ്യൻസ് വരും, ഉള്ളിൽ ഈ കുറ്റബോധവും വേദനയും വരും. പിന്നെ പലരും ഗുഹയുടെ അവിടെ പോയി യോഗയൊക്കെ ചെയ്ത് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. കാരണം അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ വീണ്ടും ഗിൽറ്റി കോൺഷ്യൻസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന വഴിയിലൂടെ എന്നേക്കുമായിട്ട്, പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരില്ല, എന്നേക്കുമായിട്ട് പാപം, നിങ്ങൾ ചെയ്ത തെറ്റുകളുടെയൊക്കെ ആ ഒരു ഇതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങളൊരു ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പർ, അതായത് പുതിയൊരു വെള്ള പേപ്പർ പോലെ കുത്തിവരച്ച പേപ്പറായിരിക്കും, അത് മാറ്റി പുതിയ പേപ്പറാക്കി മാറ്റണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അനുസരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2:38 കർത്താവിൻ്റെ സുവിശേഷം അനുസരിക്കണം. അവിടെ പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ മറ്റ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പരിശോധിക്കുക. ഞങ്ങളും ഡിപ്രഷനിലായ അവസ്ഥയിലായിരുന്നു അല്ലേ? അതെ. പക്ഷെ ഞങ്ങളെയും സഹായിച്ചത് ഈ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഇതിനുള്ള ആൻസറുകൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഇത് സംസാരിക്കില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനോ അതിനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കുണ്ടാകില്ല. പക്ഷേ യോഗ്യത തന്നത് ഞങ്ങൾക്ക് ദൈവം മാത്രമാണ്, ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അനുസരിച്ചതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിൽറ്റി കോൺഷ്യൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ, ഞാൻ പെർഫെക്റ്റ് ആകാതെ എങ്ങനെ മറ്റൊരു വ്യക്തിനെ സഹായിക്കാൻ പറ്റും, ആ ഒരു ചിന്തയായിരിക്കും. ഞാൻ എൻ്റെ ജീവിതം ഫുള്ളും കുളമായി, ഇനി എനിക്ക് എന്ത് ശരിയാക്കാനാണ്, ആ ഒരു അവസ്ഥയിലാണ്. കാരണം നമുക്കൊരു സ്റ്റാർട്ടിങ് നല്ലതായാലല്ലേ എൻഡിങ് തീർക്കാനായിട്ട്, അതായത് ഫിനിഷ് ചെയ്യാൻ തോന്നുള്ളൂ. അതാണ് ദൈവം നമുക്ക് നൽകുന്നത്, പുതിയൊരു സ്റ്റാർട്ടിങ്. കാരണം നമ്മുടെ സ്വന്തമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവസാനം കുളമായി, പാപം ചെയ്ത്, തെറ്റ് ചെയ്ത്, പല തെറ്റുകളും ചെയ്ത്, തിന്മകൾ ചെയ്ത്, മറ്റുള്ളവരോട് തെറ്റ് ചെയ്ത്, ദൈവത്തോട് തെറ്റ് ചെയ്ത് എല്ലാം നശിഞ്ഞ ജീവിതം. പക്ഷേ നമുക്ക് ആ ഒരു പുതിയ സ്റ്റാർട്ട് നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെയും അതിലേക്ക് ദൈവം ക്ഷണിക്കുന്നു. കാരണം ആ പുതിയൊരു സ്റ്റാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രശ്നത്തിലേക്കും നമ്മളെ വലിച്ചിഴയ്ക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് അതിലും ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കും. അതെ, ലോകത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവർ വേണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയും നിങ്ങളൊരു പുകവലിക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്, നിങ്ങളൊരു ഡിപ്രഷനുള്ള ഒരാളാണെന്നൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കാനൊക്കെ അവർ പറയുമെങ്കിലും, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ശരിക്കും ഇതിൻ്റെ റൂട്ട് കോസ്, ശരിക്കുള്ള ആ വേരിലുള്ള ആ ഒരു പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിയില്ല. കാരണം അവർ വചനത്തിലേക്ക് നോക്കിയാലേ അതറിയുള്ളൂ. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ, അത് പൂർണ്ണമായിട്ട് ശരിയാക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ലോകത്തിൻ്റെ വഴികൾക്കൊന്നും ഇതിനായിട്ട് പറ്റില്ല എന്നാണ് 100% ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയുന്നത്. കാരണം ലോകത്തിൻ്റെ വഴികൾ വെറുതെ ടെമ്പററിയാണ്, അത് താൽക്കാലികമാണ്, എന്നും നിലനിൽക്കുന്നതല്ല, കുറച്ച് നേരത്തേക്ക് മാത്രം. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കാനുള്ളത്, കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കാം,
യേശുക്രിസ്തു അതായത് യേശുക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ വിചാരപ്പെടണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, ഡിപ്രഷനിലേക്കൊന്നും പോകണ്ട. കാരണം ഒരേ ഒരു ആൻസറുകൾ ദൈവത്തിന് അറിയാം, നിങ്ങളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ദൈവത്തിന് അറിയാം എന്ന് പറയുന്നത് എത്രമാത്രം ആശ്വാസമാണ്. നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണ് എന്താണ് മെഴുകുതിരി കത്തിച്ച് പറയേണ്ട കാര്യമുണ്ട്. ഇല്ല. ഒരു 100 മെഴുകുതിരി കൊണ്ട് കത്തിച്ചാലേ ദൈവത്തിന് കാര്യം മനസ്സിലാവുള്ളൂ. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമുണ്ട്. ദൈവത്തിനെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അതെ. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ഉരുണ്ട് മറിഞ്ഞ് ശയനപ്രദക്ഷിണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവം മനസ്സിലാക്കും. അങ്ങനെയൊന്നും വേണ്ട. അല്ലെങ്കിൽ കുരിശെടുത്ത് നടന്നാലേ, കുരിശുമല കയറിയാലേ എൻ്റെ കാര്യം ദൈവത്തിന് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണോ ദൈവം? അല്ല, അങ്ങനെയല്ല. അതൊക്കെ ലോകത്തിന്റെ വഴികളാണ്. അപ്പോൾ നമ്മൾ ഈ വഴിപാട് നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നേർച്ച നേരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും, അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ദൈവം വെച്ച വഴികളല്ല. ദൈവം ഓൾറെഡി നമ്മുടെ അടുത്ത് വചനത്തിലൂടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വ്യക്തിയും അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ വേറൊരു ഇടനിലക്കാരൻ്റെ ആവശ്യം വരുന്നില്ല. അതും ദൈവത്തിന്റെ വചനമായ ബൈബിൾ സത്യമാണെങ്കിൽ മാത്രം നിങ്ങളിത് കേട്ട് വിശ്വസിച്ചാൽ മതി. നിങ്ങൾ തന്നെ പരിശോധിക്കുക. കാരണം ലോകത്തിൽ അനവധി തെളിവുകളാണ് ബൈബിൾ സത്യമാണെന്നുള്ളതിനുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, 1500 വർഷങ്ങൾ കൊണ്ടാണ് ബൈബിൾ എഴുതിയത്. അതായത് എന്തോരം പ്രവർത്തിച്ചതാണ് മനുഷ്യരുടെ ഇടയിൽ, എന്നിട്ടാണ് ബൈബിൾ എഴുതിയത്. അതും എഴുതിയ 40-ലധികം ആൾക്കാരാണ് എഴുതിയത്. എഴുതിയ ആൾക്കാർ പരസ്പരം കണ്ടതുപോലുമില്ല, കണ്ടിട്ടില്ല. 3 ഭൂഖണ്ഡങ്ങളിലിരുന്നാണ് ഇത് എഴുതിയത്. ഇതൊന്നും വെറുതെ കാണാപ്പാടം പഠിച്ചു പറയുന്ന കാര്യങ്ങളല്ല, ശരിക്കും ചരിത്രപരമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പല സ്ഥലങ്ങളിലിരുന്ന് എഴുതിയിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ ഒരു കോൺട്രഡിക്ഷനോ അല്ലെങ്കിൽ വിപരീതമായി അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെയല്ല അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തിന് നമ്മളറിയാം, നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളൊന്ന് ചിന്തിക്കുക, ദൈവം ശരിക്കുണ്ടോ? ദൈവം ശരിക്കുണ്ടോ? നിങ്ങൾ ശരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ ദൈവം വെറുതെ ഒരു ശക്തി, അല്ലെങ്കിൽ നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തോന്നിക്കുന്ന വെറും ഒരു പോസിറ്റീവ് എനർജിയാണ്, അങ്ങനെയൊക്കെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ബീയിങ് ആണ്? ലോകവും അതിലുള്ളതെല്ലാം, യൂണിവേഴ്സും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും, സൂര്യനെ ഉദിപ്പിക്കുന്നത് ദൈവമാണോ? സൂര്യനെ അസ്തമിപ്പിക്കുന്നത് ഇതെല്ലാം ആരാണ് സെറ്റ് ചെയ്തത്? വെറുതെ പൊട്ടിത്തെറിച്ചുണ്ടായതാണോ? പിന്നെ മഴ പെയ്യിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെ എങ്ങനെ ഉണ്ടായി ഈ സിസ്റ്റം കാര്യങ്ങളൊക്കെ? മനുഷ്യന് നല്ലവരുടെ മേലും ദൈവം മഴ നൽകുന്നുണ്ട്, മോശമായി ജീവിക്കുന്നവരുടെ ദൈവം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവർക്കും മഴ, എല്ലാവർക്കും ഭക്ഷണം. പിന്നെ ലോകത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ദൈവത്തിന്റെ തലയിലേക്ക് ഇടാൻ പറ്റില്ല. കാരണം അത് മനുഷ്യന്റെ തെറ്റുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. മനുഷ്യനാണ് അതിന്റെ പുറകിൽ. അതെ, മനുഷ്യന്റെ തീരുമാനങ്ങൾ കൊണ്ടുണ്ടായ മനുഷ്യന്റെ തീരുമാനങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ലോകത്തിൽ എവിടെ നോക്കിയാലും കാണാം. അല്ലാണ്ട് നമ്മൾ ദൈവം അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നില്ല. ദൈവം എല്ലാവർക്കും രക്ഷയിലേക്കുള്ള വഴി ദൈവം പൂർണ്ണമായി ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാകാതെ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടത്തിൽ നടക്കുന്നത് മനുഷ്യനാണ്. അതെ. അപ്പൊ ഇതെല്ലാം ദൈവം ഇതിൽ ഇൻവോൾവ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയെത്തിക്കുന്ന ഒരു കാര്യം പാപം, തെറ്റാണ്. അതിനുവേണ്ടി നമ്മൾ അനുസരിക്കണം. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ആ ഒരു ബാരിയർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. യെശയ്യാവ് 59:1-2 വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ശരിയായ കാര്യം ശരിയായ വഴിയിലൂടെ ചെയ്താൽ ശരിയായ രീതിയിൽ ദൈവം നമ്മളെ സഹായിക്കും എല്ലാ കാര്യത്തിലും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ദൈവത്തിന്റെ വഴിയിൽ നമുക്ക് ജീവിക്കാൻ ഫസ്റ്റ് എപ്പോഴും ദൈവത്തിനെ മുൻനിർത്തുക. ജീവിതത്തിൽ ഭാര്യയല്ല എൻ്റെ ഫസ്റ്റ്, അല്ലെങ്കിൽ അമ്മയോ അപ്പനോ അല്ല എൻ്റെ ഫസ്റ്റ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളല്ല എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ കുടുംബമോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ വീടോ ഒന്നുമല്ല എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ദൈവത്തിനാണ് ഞാൻ കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. അതായത് പല കാര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ആ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ദൈവത്തിൽ എപ്പോഴും മുൻസ്ഥാനം നൽകുക. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ ദൈവം എല്ലാ സമയവും നമുക്ക് ആവശ്യമായല്ലോ ഒരുക്കി തന്നു. അപ്പോഴും നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന് ഞാൻ എവിടെയാണ് മുൻസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതായത് അൻസൈറ്റി, അതായത് വിചാരപ്പെടുന്നതിനും ഡിപ്രഷനുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ദൈവം കൺട്രോളിലാണ്. ദൈവം എല്ലാത്തിനും നിയന്ത്രിക്കുന്നു. നമ്മളെന്തിനാ പേടിക്കുന്നത്?
നമ്മളുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് പേടിയുള്ളൂ. അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഇത്ര ക്ലോസ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ഇത്രയും ക്ലോസ് ഉറ്റ ബന്ധമാണെങ്കിൽ നമുക്കൊന്നും പേടിക്കല്ല. കാരണം നമ്മളെ സ്നേഹിക്കുന്നവൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല, അവൻ കൺട്രോളിലാണ്. നമുക്കെന്തെങ്കിലും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ് ദൈവത്തിന് അറിയാം. അപ്പം നമ്മളെ നശിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമോ? ഇല്ലില്ല. ഇന്ന് നമ്മളൊരു വാക്യം വെച്ചില്ലേ, ഇരമ്യാവ് 29:11, ജെറമ്യായ 29:11. അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശുഭഭാവി, ഏറ്റവും ബെസ്റ്റ് ഫ്യൂച്ചർ നൽകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ അപ്പനും അമ്മയും പോലും നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അത്രയും കണ്ടിട്ടുണ്ടാവില്ല. ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുൻപേ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളറിയാം. നമ്മുടെ അവസാനം അറിയാം, ആദ്യം അറിയാം, ഇടയിലുള്ള കാര്യങ്ങളും എല്ലാം ദൈവത്തിന് അറിയാം. ആ ദൈവം കൺട്രോളിലാണ്. നമ്മൾ അവനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് തന്നെ ഡിപ്രഷനുള്ള ഏറ്റവും വലിയ മരുന്നാണ്. വേറെ മരുന്ന് പിൽസോ ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. അപ്പം തന്നെ നമുക്ക് എന്താ പറയുക, അപ്പം തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് വരുത്താൻ സാധിക്കും. കാരണം പറഞ്ഞതുപോലെ തന്നെ ദൈവം എല്ലാം അറിയുന്നവനാണ്. അതെ, ഒരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ, ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാതെ, ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ ദൈവം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വരുവാനായിട്ട് സമ്മതിക്കും. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആകാം, അല്ലെങ്കിൽ രോഗാവസ്ഥകളാകാം, നമ്മുടെ ജീവിതശൈലി കൊണ്ട് രോഗങ്ങൾ വരാം. ഇതൊക്കെ ദൈവം അനുവദിക്കും. കാരണം നമ്മൾ ആരിലേക്ക് തിരിയാൻ വേണ്ടി, ശരിക്കുള്ള ആ ഒരു ബന്ധത്തിലേക്ക്, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ ദൈവം മാത്രമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം മനുഷ്യരെത്ര ട്രൈ ചെയ്താലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഏറ്റവും കോടികളുള്ള ആൾക്കാർ പോലും പല രോഗങ്ങളും വന്ന് മരിക്കുന്നു. അവരെ സഹായിക്കാൻ ദൈവത്തിനെ സാധിക്കുള്ളൂ. നമുക്ക് പഴയ നിയമത്തിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈജിപ്തിലെ ജനത്തിനെ അവിടെ നിന്ന് വിടിവിച്ച്, മോശയിലൂടെ വിടിവിച്ച് കൊണ്ടുവരുമ്പോഴും ദൈവം അവർക്ക് പാലും തേനും ഒഴുകുന്നൊരു നാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് മുമ്പിൽ കണ്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ നടുവിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരെന്ത് ചെയ്യുന്നു, അവർ ദൈവത്തെ ദുഷിച്ച് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ, വിഗ്രഹാരാധന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം അവിടെ വളരെ ക്ഷമ കാണിക്കണം. കാരണം അവരെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നു, എന്നിട്ട് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്കത് വലിയൊരു ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ദൈവം വളരെ ക്ഷമയോടെയാണ് എല്ലാ കാര്യങ്ങളും അവരെ ആ നാട്ടിലേക്ക് എത്തുന്നിടം വരെ ദൈവം ആ ഒരു 40 വർഷക്കാലം ദൈവം നടത്തിയത്. ദൈവത്തിന് ശരിക്കും ക്ഷമയില്ല, അല്ലെങ്കിൽ പേഷ്യൻസോടുകൂടി അല്ല ദൈവം ഇടപെടുന്നെങ്കിൽ ഈ ഭൂമിയൊന്നും ഉണ്ടാവില്ല, നശിപ്പിച്ച് കളയും ദൈവം. പിന്നെ നമുക്കൊരു കാര്യം കാണാനുള്ളത്, അതായത് നമ്മളുടെ ജീവിതങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാനായിട്ടുള്ള പ്രോസസ്സിലാണ് ദൈവമായിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന, ഡിപ്രഷനിലൂടെ ആകാം, പല കാര്യങ്ങളിലൂടെ, വേദനകളിലൂടെ, വെല്ലുവിളികളിലൂടെ, ഡിഫിക്കൽട്ടീസ് എല്ലാത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മളുടെ ഡെവലപ്പാകണ ഒരു കാര്യമുണ്ട്, വിശ്വാസം. കാരണം ഈ ഒരു ഇസ്രായേൽ മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, അവർ ചെങ്കടലിനും ഫറവോനും ഇടയിലായിപ്പോയി. അവസാനം അവരുടെ വിശ്വാസം അവിടെ ഡെവലപ്പ് ചെയ്യണതാണ് ദൈവം. മോശയിലൂടെ ആ ഒരു ചെങ്കടൽ രണ്ടാക്കി കൊടുത്തപ്പോൾ അവരതിൻ്റെ നടുക്കൂടി കടന്നു വരണേണ്. അപ്പോൾ ആ ചെങ്കടലിൻ്റെ നടുക്കൂടിയാണ് നമ്മളുടെ ജീവിതത്തിലും പല സമയങ്ങളും നമ്മൾ കടന്നു വരാൻ പോണത്. അതിലൂടെ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അല്ലെങ്കിൽ കുറയും? വർദ്ധിക്കും. കാരണം നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, ചെങ്കടൽ രണ്ടാക്കി അവർ ഉണങ്ങിയ നിലത്തൂടെ നടന്നു പറഞ്ഞു. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ദൈവം അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മോശയിലൂടെ ആ ചെങ്കടൽ രണ്ടാക്കിയത്. അവരിലൂടെ ആ ഒരു എക്സാമ്പിളിലൂടെ, ഇതൊക്കെ വെറുതെ കഥയായിട്ട് എഴുതി വെച്ചേക്കണവർ കെട്ടുകഥകളല്ല, ഒരു ഫാന്റസി അല്ലെങ്കിൽ നമുക്കൊരു അനിമേഷൻ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയല്ല അല്ല. ഇതൊക്കെ ശരിക്കും നടന്നതാണെന്ന് ലോകത്തിൽ തെളിവുകളുണ്ട്. പിന്നെ ഇതൊക്കെ ചരിത്രങ്ങളാണ്, അല്ലാതെ മനുഷ്യനുണ്ടാക്കി എഴുതിയ വെറും ഗ്രീക്ക് ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ അതൊന്നും അല്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതെല്ലാം കടന്നു പോകുമ്പോൾ അവർക്ക് മനസ്സിലായി ദൈവമാണ് ഇതൊക്കെ നിയന്ത്രിക്കണം. ഫറവോനെ പോലും നിയന്ത്രിക്കണ ദൈവമാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ വിശ്വാസം ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം ശ്രമിക്കുമ്പോൾ നമ്മളതിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ വിശ്വാസം സ്ട്രോങ് ആണ്, നമ്മളെ തന്നെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മനഃപൂർവ്വമായിട്ട് ആ ഒരു തീരുമാനം എടുക്കുക. ദിനം അതായത് ഡെയിലി അല്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ തീരുമാനം എടുത്ത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക, ഭയങ്കര സ്ട്രോങ് ആക്കുക. പിന്നെ ഒരു ബൈബിളിൽ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, ശരിക്കുള്ള മാതൃക. അതായത് ഇയ്യോബിനെ കുറിച്ച്. അവൻ്റെ എല്ലാം നഷ്ടമായി, സ്വത്തുക്കൾ നഷ്ടമായി, മക്കളെ നഷ്ടമായി, പിന്നെ അവൻ്റെ രോഗം മുഴുവനും, അതായത് ശരീരം മുഴുവനും വ്രണങ്ങൾ നിറഞ്ഞു,
നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുക, നമ്മളുടെ അവസ്ഥ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു സമയത്ത് പോലും യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതായത് ദൈവത്തിൽ നിന്ന് തിന്മയും പ്രതീക്ഷിക്കാം, നന്മയും പ്രതീക്ഷിക്കാം എന്നാണ് യോബ് അന്ന് മനസ്സിലാക്കിയത്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ എല്ലാം നല്ല ദാനവും തികഞ്ഞ വരങ്ങൾ, എല്ലാ ഗുഡ് ഗിഫ്റ്റും എല്ലാം വരുന്നത് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ്. മോശമായ ഒരു കാര്യവും ദൈവത്തിൽ നിന്ന് വരുന്നില്ല, നല്ലതാണ് എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, യോബിൻ്റെ ഒരു അവസ്ഥയിൽ യോബിൻ്റെ ഭാര്യ, യോബിൻ്റെ 3 സുഹൃത്തുക്കൾ ഒന്ന് പറയാനാണ്, ഇതെല്ലാം കളഞ്ഞ് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ മരിക്കുക. അപ്പോഴും യോബ് എന്താ ചെയ്യുക? യോബ് അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നിങ്ങളത് വായിച്ചു നോക്കി യോബിന്റെ പുസ്തകം. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതെല്ലാം ഒരു മാതൃകകളാണ്, ഉദാഹരണങ്ങൾ. ദൈവം ഇതെല്ലാം വെച്ചിരിക്കുന്നത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ പല ആൾക്കാരുണ്ട് ലോകത്തിൽ, അവർ എന്താണ്, ചെറിയ കുട്ടികളായിരിക്കും, ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ല, അവർ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾ അത് ചെയ്തു കൊടുക്കും. ആ ഒരു പ്രോസസ്സ് തന്നെ പല ആൾക്കാരും ദൈവത്തിൻ്റെ അടുത്തും ചെയ്യും. അതായത് ദൈവത്തിനോട് ദേഷ്യപ്പെടും, ദൈവമേ എൻ്റെ ജീവിതത്തിൽ നീ എന്തിനാണ് ഇതൊക്കെ വരുത്തിയത്, ശരിക്കും നീ ഇല്ല, നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല, നീ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവം എനിക്കിതെല്ലാം ചെയ്തു തരുമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ വഴിക്ക് ദൈവം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് ഒരിക്കലും. നമ്മളൊരു മുഖ്യമന്ത്രി പോലും നമ്മുടെ വഴിക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല. ഇല്ല, അതിനായിട്ടുള്ള അതോറിറ്റി പോലും നമുക്കില്ല. ഒരിക്കലും നമ്മളിതെല്ലാം സംഭവിച്ചത് ദൈവം കാരണം നമുക്ക് ഒരിക്കലും ദൈവത്തെ നമുക്ക് പഴിചാരാൻ സാധിക്കില്ല. അതെല്ലാം നേരത്തെ നമ്മൾ സംസാരിച്ചു, അതെല്ലാം നമ്മൾ വ്യക്തിപരമായി എടുത്ത തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ തന്നെയാണ്. അതെ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ എല്ലാ കാര്യത്തിലും അതിജീവിക്കുവാനായിട്ട് ക്രിസ്തു മാത്രം മതി, ദൈവത്തിന്റെ വചനമായ ബൈബിള് മാത്രം മതി. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാകില്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു നോക്കി, പക്ഷെ ഇതെല്ലാം എനിക്ക് നടന്നില്ല, അതൊക്കെ വേറെ ആർക്കെങ്കിലും ഒക്കെ ഇത് നടക്കുമായിരിക്കും, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ശരിക്കും പ്രശ്നം ചിലപ്പോൾ അവിടെ പറയുന്ന എൻ്റെ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മളായിരിക്കും ശരിക്കും അവിടെ പ്രശ്നം. ബൈബിളിനോ അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന സൊല്യൂഷനോ അല്ല, നമ്മൾക്കായിരിക്കും ആ പ്രശ്നമുള്ളത്. ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളെ തന്നെ മാറ്റുക, എന്നാലേ നമുക്ക് ചേഞ്ച് ആകാൻ പറ്റുള്ളൂ. നമുക്ക് യേശുക്രിസ്തു നമുക്കറിയാം മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നതാണ്. ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ടെക്നോളജിപരമായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ആയിട്ടുള്ളത്. അന്നത്തെ പ്രശ്നങ്ങളുടെ നടുവിലും യേശുക്രിസ്തു ദൈവത്തിനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ഡിപ്രഷനാകട്ടെ, അൻസൈറ്റി അല്ലെങ്കിൽ വിചാരപ്പെടുന്ന കാര്യമാകട്ടെ, ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ എത്രമാത്രം സീരിയസ് ആണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സീരിയസ് ആണോ ശരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ എനിക്ക് ഓവർകം ചെയ്യണം, വിചാരപ്പെടുന്നത് നിർത്തണം, അൻസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഏത് നേരവും നിരാശനായിരിക്കുന്നത് നിർത്തണം. ഇതിനെപ്പറ്റി നിങ്ങൾ ശരിക്കും സീരിയസ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യും. ബൈബിൾ പറയുന്ന കാര്യങ്ങളെ സൊല്യൂഷനായിട്ട് ശരിക്കും മനസ്സിലാക്കി അത് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വെറും ശരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് രോഗം എന്താണെന്ന് മനസ്സിലാക്കി മരുന്നെല്ലാം മേടിച്ചു, 2 നേരം രാവിലെ വൈകിട്ടും കഴിക്കണമെന്ന് എല്ലാം ആ ഒരു ഡോക്ടർ പറഞ്ഞു. പക്ഷെ എന്നിട്ടും നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് കഴിക്കാതിരിക്കുന്നതോ, കാരണം രോഗം മാറാനായിട്ട് ശരിക്കും സീരിയസ് ആണെങ്കിൽ എന്ത് ചെയ്യും? മരുന്ന് കഴിക്കും. മാറണമെന്ന് ശരിക്കും ആഗ്രഹമില്ലെങ്കിൽ എന്ത് ചെയ്യും? വെറുതെ സീരിയസ് അല്ല, മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സീരിയസ് അല്ലെങ്കിൽ എന്തായി? കഴിക്കില്ല. അതേ അവസ്ഥ തന്നെയാണ് പലവരുടെയും ജീവിതത്തിൽ. മാറണം, ഈ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റണം, പുകവലിയൊക്കെ മാറ്റണം, അല്ലെങ്കിൽ മദ്യപാനം മാറ്റണം, അല്ലെങ്കിൽ ഈ ദുശീലം മാറ്റണം, ഈ ഒരു അഡിക്ഷൻ മാറ്റണം, ഇതൊക്കെ മാറ്റണമെന്നൊക്കെ ഒരാഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ശരിക്കും അതിനെപ്പറ്റി സീരിയസ്നെസ് ഇല്ല, ഗൗരവമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നില്ല, അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ബൈബിളിൽ തന്നെ ഈ നമ്മുടെ വിചാരപ്പെടുന്ന അവസ്ഥയും അല്ലെങ്കിൽ വിഷാദം, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കണത് തന്നെ നമുക്ക് ആ ഒരു മറുപടി ആയിട്ട് കിട്ടണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതെ, അല്ല, ഒന്ന് ആലോചിച്ച് നോക്കേ. ബൈബിളിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. നയമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി. നയമാൻ വിചാരിച്ചു, നയമാന് കുഷ്ഠരോഗമായിരുന്നു. നയമാന് കുഷ്ഠരോഗമായിട്ട് നയമാൻ വിചാരിച്ചു, ഒരു പെൺകുട്ടി പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, പ്രവാചകന്റെ അടുത്ത് പോയി എന്തായാലും രോഗം മാറ്റിത്തരും. അപ്പം നയമാൻ നേരെ പോയി, അകമ്പടിയായിട്ട് പോയി, നല്ല സമ്മാനങ്ങളൊക്കെ ആയിട്ട് പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന്. പ്രവാചകൻ പക്ഷെ പുറത്തു പോലും വന്നില്ല. പ്രവാചകൻ ഒരു ദാസനെ വിട്ടിട്ട് പറഞ്ഞു, നിന്റെ രോഗം മാറണമെങ്കിൽ നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ മാറും. നയമാൻ ഇത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നു. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ശരിക്കും പ്രവാചകൻ പുറത്തേക്ക് വന്ന് കൈയൊക്കെ വീശി ഒരു അത്ഭുതമൊക്കെ കാണിച്ച് പെട്ടെന്ന് മാറ്റി കൊടുക്കും. പക്ഷെ അതല്ല നടന്നത്. അവൻ
അവൻ അത്രയും ദൂരെ നിന്ന് വന്നിട്ട് പ്രവാചകൻ അവൻ ഭയങ്കര ഒരു മറ്റേ സേനാധിപനായിരുന്നു, കമാൻഡറായിരുന്നു, ഭയങ്കര വലിയ ആളായിരുന്നു. എന്നിട്ട് പോലും കാണാൻ പോലും വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നയമാൻ നേരെ തിരിച്ച് ദേഷ്യത്തോടെ പോയി. പക്ഷെ പോണ വഴിക്ക് അവൻ്റെ ദാസന്മാരും കൂടെയുള്ളവർ പറഞ്ഞു, ഇതിലും വലിയ കാര്യം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യൂലേ, ഇപ്പൊ ചെറിയൊരു കാര്യമല്ല നിന്റെ ഇത്രയും വലിയ രോഗം മാറ്റാൻ വേണ്ടി. അപ്പൊ നയമാൻ അത് ക്ലിക്കായി, നേരെ തിരിച്ച് യോർദാനിൽ വന്ന് മുങ്ങിക്കുളിച്ച് കുഷ്ഠരോഗം മാറ്റി. പിന്നീട് പ്രവാചകനെ പോയി കണ്ട് അതാണ് നടന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ എല്ലാവിധമായ ഡിപ്രഷനും കാര്യങ്ങളും ഇതെല്ലാം മാറ്റാനായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളത് ചെയ്താൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവിധ ഡിപ്രഷനും എല്ലാവിധ വിചാരങ്ങളെയും എല്ലാവിധ കാര്യങ്ങളെയും നമ്മളെ സഹായിക്കാൻ വേണ്ടി. അതൊന്നും ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സങ്കടങ്ങളൊക്കെ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടില്ലേ? അതെ. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി നമുക്ക് എപ്പോഴും ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. മനുഷ്യരെ സംബന്ധിച്ച് അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ആരെ വിശ്വസിച്ച് ഇതൊക്കെ പറയുമെന്നുള്ളൊരു ചിന്തയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും അല്ലേ? ഇന്ന് നമ്മുടെ സുഹൃത്തായിരിക്കണ വ്യക്തി നാളെ ഒരു സുഹൃത്തായിരിക്കില്ല ചിലപ്പോൾ. ഇന്ന് നമ്മൾ വളരെ വിശ്വസ്തമായിട്ട് നിന്ന ഒരാളോട് നമ്മളത് പറഞ്ഞു, അവൻ പക്ഷെ അത് വേറെ ആളോട് പോയി അല്ലേ? മനുഷ്യരെ സംബന്ധിച്ച് അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ദൈവത്തിനോട് പറ്റും. ദൈവം അത് ആരോടും പോയി പറയാനും പോണില്ല. പക്ഷെ പറയുന്നതിന് പകരം നമുക്ക് വേണ്ടി കറക്റ്റ് സൊല്യൂഷനാണ് തരാൻ പോകുന്നത്. പക്ഷെ നമ്മളെ ദൈവത്തിൽ നിന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പാപം. അത് നമുക്ക് മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ പറയുന്ന കാര്യം അനുസരിച്ചാൽ മതി. പാപമോചനം പരിശുദ്ധാത്മാവ് ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കും. കാരണം ആ പാപം എന്ന് പറഞ്ഞ മതിൽ നമുക്ക് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാപം എന്ന് പറഞ്ഞ മതിൽ നമുക്ക് നീക്കി കളഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിക്കും. കാരണം നമുക്കറിയാം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. പാപം എന്നുള്ള മതിൽ മാറി കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കണം. കാരണം നമുക്കറിയാം ലോകത്തിലെ എന്താ പറയുക, മനുഷ്യന്റെ ആയുസ് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. പക്ഷെ ദൈവത്തിനോട് നമുക്കങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ല. കാരണം നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതും ദൈവം മാത്രമായിരിക്കും. അതെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, പ്രാർത്ഥനയ്ക്ക് വളരെയധികം പവറാണുള്ളത്. പഴയ നിയമത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളാണ് പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ളത്. ദാനിയേലിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സിംഹക്കുഴിയിൽ പോലും എറിയപ്പെട്ട ഒരാളാണ്. അതായത് രാജാവിനോടല്ലാതെ അടുത്ത 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ദാനിയേൽ അത് ചെയ്തില്ല. ദാനിയേൽ നേരെ ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിച്ചു. കാരണം അങ്ങനെ ഒരു കൽപ്പന പോലും ദാനിയേലിനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരിവിടെ ചെയ്തതെന്ന് നിങ്ങൾ ദാനിയേൽ വായിച്ചു നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, പ്രാർത്ഥനയ്ക്ക് വളരെ പവറാണ്. ദൈവം അവനെ രക്ഷിച്ചു. ഇത് വെറുതെ പറയണ ഒരു കെട്ടുകഥയല്ല, ശരിക്കും നടന്നൊരു കാര്യമാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ ഒരു സിംഹക്കുഴിയിൽ വീണാലൊരു അവസ്ഥ, സിംഹം വെറുതെ വെച്ചിരിക്കുമോ? കാരണം നമുക്ക് പല വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും സിംഹം ഇരപിടിക്കുന്നത്. അതുപോലെ ആയിരിക്കും ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ അതുപോലെ ആയിരിക്കും. പക്ഷെ എങ്കിലും ദാനിയേൽ അതിനകത്ത് വീണ് കഴിഞ്ഞിട്ട് ദാനിയേൽ സിംഹം ഒന്നും ചെയ്തില്ല. ദൈവം കൂടെ നിന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്തു. അവിടെ പറയുന്നുണ്ട് ദാനിയേൽ 6:10, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വരുന്നത് പോലെ തന്നെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു കാര്യം ദാനിയേലിനെ തടസ്സപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം അവനെ മാനിച്ചു, ഓണർ ചെയ്തു. ദൈവം അവനെ മാനിച്ചു, അവനെ രക്ഷിച്ചു. സിംഹക്കുഴിയേക്കാളും അതിൻ്റെ അപ്പുറത്തെ കാര്യത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ് ദൈവം. പിന്നെ ഏലിയാവിനെ കുറിച്ച് നിങ്ങളോട് നേരത്തെ പറഞ്ഞു. എന്താണ് ഏലിയാവ് പ്രാർത്ഥിച്ചിട്ട് 3.5 വർഷം മഴ പെയ്തില്ല. പിന്നെയും ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ പെയ്തത്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ദാവീദ്, അതായത് ഏലിയാവിന്റെ കാര്യം തന്നെ വളരെ വിഷാദത്തിലായി പോയ ഒരു സമയം. പക്ഷെ ഏലിയാവ് വെറുതെ പ്രാർത്ഥിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റിത്തരണമേ, കഴിഞ്ഞ്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. ദൈവമേ എൻ്റെ ഈ ഒരു രോഗം മാറ്റിത്തരണമേ, അല്ലെങ്കിൽ ദൈവമേ എൻ്റെ ഈ ഒരു തലവേദന ഒന്നും, ഈ ഒരു ജോലിയുടെ കാര്യം ഒന്ന് ശരിയാക്കി തരാം. ശരിക്കും നമ്മളെ കണ്ണടച്ച് ഇരുട്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് ആ പ്രാർത്ഥന. അത് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വെറും ഒരു വെയിറ്ററായിട്ട് കണ്ടുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ കുറെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു ഭൂതം പോലെ, ഒരു ജീനി പോലെ. അങ്ങനെയാണോ ദൈവം? ജിന്നാണോ ദൈവം? അല്ല. ദൈവം നമ്മൾക്ക് അവൻ്റെ സന്നിധിയിൽ ശരിക്കും ദൈവത്തിനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അത്രയും തേജസ്സുള്ള, അത്രയും പവർഫുള്ളാണ്. നമ്മൾ വിറച്ച് പോവും. നമ്മളൊരു സാധാരണ ഒരു പോലീസുകാരോ അല്ലെങ്കിൽ നല്ല
ഹൈ പൊസിഷനിലുള്ള ഒരു വ്യക്തിയോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ വരില്ല, വിറയ്ക്കും. എന്താണ് നമ്മൾ എന്താ പറയേണ്ടത്, നെർവസ് ആയിരിക്കും. കോടതിയിലൊക്കെ പോയി നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ദൈവം എന്ന് പറയുമ്പോൾ കോടതിയല്ല, ലോകത്തിലെ ഒരു വ്യക്തിയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പവറാണ് ദൈവത്തിനുള്ളത്. കാരണം ലോകത്തിന്റെ എല്ലാം ന്യായാധിപൻ, അതായത് ലോകത്തിന്റെ എല്ലാം രാജാവ്. വെളിപ്പാട് 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ വീണുപോയി. യേശു ദൈവമാണ്. അപ്പൊ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അപ്പൊ ദൈവം വെറുതെ ക്വിക്ക് പ്രേയേഴ്സ്, അതായത് നമ്മളുടെ തോന്നിയ പോലെ നമ്മൾ വെറുതെ കൊണ്ട് ഇതാക്കി പറയണ എന്താണ്, പെട്ടെന്ന് ദൈവമേ ഇത് സഹായിക്കണമേ, ദൈവമേ ഫുഡിന് നന്ദി, ദൈവമേ ഈ ഫുഡ് തരണമേ, അങ്ങനെയുള്ള പ്രേയറുകളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്റൻസ്, അതായത് അതായത് ആഴത്തിലുള്ള ലോങ് ആണെങ്കിൽ ലോങ്, ചിലപ്പോൾ എപ്പോഴും ലോങ് ആയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നോക്കണ എപ്പോഴും ഹൃദയത്തിലേക്കാണ്. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്, അതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തിനോട് സംസാരിക്കുക. ദൈവത്തിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രേയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പിന്നീട് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, പഴയ നിയമത്തിൽ യാക്കോബിന്റെ കാര്യം ഓർമ്മയില്ലേ, ദൈവമായിട്ട് മൽപ്പിടുത്തം പിടിച്ച്. അതെ ആ ഒരു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടൂല്ല എന്നാണ് യാക്കോബ് പറഞ്ഞത്. ദൈവത്തോട് മൽപ്പിടുത്തം പിടിച്ച് യാക്കോബിനെ അവസാനം ദൈവം അനുഗ്രഹിച്ച്. അതുപോലെ തന്നെ നമുക്കും പറ്റും. ദൈവം ഒരേ ദൈവം തന്നെയാണ്, അന്നുള്ളത് ഇന്നുള്ളത്. നമ്മൾ ദൈവത്തിനെ വിടാതെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇവൻ വെറുതെ അഭിനയിക്കണേണോ അല്ലെങ്കിൽ ശരിക്കും ജെനുവിനാണോ എന്ന് ദൈവത്തിന് അറിയാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ആവശ്യത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്താണ് എല്ലാ സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. നമുക്ക് കുളിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. എന്താണ് ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, ജോലി ചെയ്യുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളിവിടെ ശരിയാകണം, പാപങ്ങൾ കഴുകിക്കളയണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. എങ്കിൽ മാത്രമേ പ്രാർത്ഥന കൊണ്ട് കാര്യമുള്ളെന്ന് ബൈബിള് പറയുന്നു. പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വ്യക്തികൾ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരുപാട് വ്യക്തികൾ, നെഹമ്യാവുണ്ട്, ഹിസ്കിയാവുണ്ട്, അബ്രഹാമുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് വളരെ വർഷങ്ങളായിട്ട് മകൻ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദൈവം അവളുടെ ഉദരം തുറന്നു കൊടുത്തു, അവൾക്ക് ജനിച്ചു, വേറെ മക്കൾ ജനിച്ചു. ശമൂവേൽ പ്രവാചകൻ ഹന്നയുടെ മകളാണ്. അപ്പോൾ മകനാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ വ്യക്തികളൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ ഡിപ്രഷൻ സമയത്തും വിചാരപ്പെടുന്ന സമയത്തും അവർക്ക് എന്താ എന്നറിയാത്ത സമയത്തും എല്ലാം അവർ പ്രാർത്ഥിച്ചു. ദൈവം അവർക്ക് ഉത്തരം നൽകിയോ? ദൈവം അവർക്ക് ഉത്തരം നൽകി. പിന്നെ യേശുക്രിസ്തുവിന്റെ അവസ്ഥ, ക്രൂശിൽ കിടന്നപ്പോൾ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? പക്ഷെ ശരിക്കും ദൈവം അവനെ കൈവിട്ടോ? ഇല്ല. 3-ാം നാൾ 3 ദിവസം കഴിഞ്ഞ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൈവിട്ടില്ല, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതുപോലെ തന്നെയാണ് ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. യേശു പറഞ്ഞതുപോലെ യോഹന്നാൻ 8:22 യേശുക്രിസ്തുവിന് ഉറപ്പാണ് ദൈവം അവനെ കൈവിടില്ല. കാരണം യോഹന്നാൻ 8:28 തോന്നുന്നു. അതെ, 29 എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം, അവൻ്റെ ഹിതമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, ഏകനായിട്ട് അവൻ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ഞാൻ ഒന്നിലും ഒറ്റയ്ക്കല്ല. കാരണം ഞാൻ അവൻ്റെ. ഇതേപോലെ നമുക്കും പറയാൻ പറ്റണം നമ്മുടെ ജീവിതത്തെ പറ്റി. അതാണ് നിങ്ങളെ ഞങ്ങൾ ഉത്സാഹിപ്പിക്കുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള, നല്ല പ്രാർത്ഥന തന്നെ ഒരു ശീലമാക്കിയ സ്ത്രീകളെയും പുരുഷന്മാരെയും പറ്റി. അവർക്കൊരിക്കലും ദൈവം ആൻസർ കൊടുക്കാതിരുന്നിട്ടില്ല, ഉത്തരം കൊടുക്കാതിരുന്നിട്ടില്ല. അവർക്കറിയാവുന്നത് ദൈവമാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രിതാവ്, ദൈവമാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും പാനിക് ചെയ്തിട്ടില്ല. ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അതെ, അതായത് എല്ലാം ദൈവത്തിന്റെ പദ്ധതിയോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചിട്ടാണ് എല്ലാം കടന്നു പോകുന്നത്. ലോകത്തിൽ പല ആൾക്കാരും ദൈവത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണുണ്ടാവും, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു, ദൈവത്തിനെതിരെ അപവാദം പറയുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നാലും പക്ഷെ ദൈവത്തെക്കുറിച്ച് അവിടെ പറയണത് എന്താ പറയുക, സങ്കീർത്തനം 2 തോന്നുന്നു 2-ാം വാക്യം,
യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. പക്ഷെ അവരതൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം എന്താ പറയുക ചെയ്യണം? 4-ാം വാക്യം, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ഇവരെന്താ കാണിക്കണം? ഈ ലോകം, ഈ യൂണിവേഴ്സ് എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യരെ നോക്കുമ്പോൾ ഒരു ഉറുമ്പുകളെക്കാളും ചെറുതാണ്. പക്ഷെ വാല്യൂ ഉണ്ട് ദൈവത്തിന്. പക്ഷെ മനുഷ്യരെന്താ കാണിക്കണം? ദൈവത്തിനോടൊരു നന്ദി ഇല്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി ദൈവത്തോട് പ്രാർത്ഥന ഉള്ളവരായിരിക്കാം. നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, വിചാരപ്പെടുന്നതും ഈ ഒരു ഡിപ്രഷൻ്റെയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുക, അല്ലേ? സങ്കീർത്തനങ്ങളൊക്കെ വെറുതെ അല്ല, ദൈവത്തിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ദൈവത്തിന്റെ ആ ഒരു വൻ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സങ്കീർത്തനങ്ങളിൽ. ഡിപ്രഷനിലായിരുന്ന സമയത്ത് ദാവീദ് പോലും ഒരുപാട് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതെ, നമുക്ക് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദാവീദ് കടന്നുപോയ അവസ്ഥകളെ പറ്റിയൊക്കെ സങ്കീർത്തനത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. കാരണം ദാവീദിന്റെ വിഷമഘട്ടങ്ങളിൽ ദൈവം എപ്രകാരമാണ് ദാവീദിനെ സഹായിച്ചത്, ദൈവം കൂടെ ഉണ്ടായി, ദൈവം എപ്രകാരമുള്ളവനാണെന്നുള്ളൊരു പ്രത്യാശയെല്ലാം നമുക്ക് സങ്കീർത്തനോടെ ലഭിക്കും. കാരണം നമുക്ക് സങ്കീർത്തനങ്ങൾ വായിച്ച് തുടങ്ങുന്നത് തന്നെ നമുക്ക് നമ്മുടെ അവസ്ഥകളെ ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ദൈവത്തിന് എപ്പോഴും സ്തുതിക്കാൻ, അതായത് വെറുതെ ദൈവത്തിനോട് ദൈവം എനിക്കിത് ആവശ്യമാണ്, അതാവശ്യമാണ്, എന്നെ ഇതിൽ സഹായിക്കണേ, പരീക്ഷ എഴുതാൻ സഹായിക്കണേ, കടബാധ്യത മാറ്റിത്തരണമേ, രോഗം മാറ്റിത്തരണമേ, എൻ്റെ അപ്പനെ സഹായിക്കണമേ, അമ്മേനെ സഹായിക്കണമേ, സഹോദരനെ, ബന്ധുക്കളെ, ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവം ആരാണെന്ന് മനസ്സിലാക്കി, ദൈവം നിങ്ങൾക്കാരാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കി അവനെ സ്തുതിക്കുക. കാരണം ദൈവം വലിയവനാണ്, അവനെ സ്തുതിക്കുക, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം വളരെയധികം അത് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ മക്കള് എന്താ വായ കൊണ്ട് സ്തുതിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അതൊരു മറ്റേ പഴയ നിയമത്തിലൊക്കെ സമാഗമന കൂടാരത്തിലൊരു ഇങ്ങനെ ധൂപവർഗത്തിൽ ഇങ്ങനെ പുക ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും, ആ ഒരു സുഗന്ധവർഗം. അതുപോലെയാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സ്തുതിക്കുമ്പോഴൊക്കെ. കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നുപോകുക. അതെ, ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അതായത് നമ്മളുടെ ഡിപ്രഷനെ നമുക്ക് അതിജീവിക്കാനായിട്ട് വേറൊരു കാര്യം ചെയ്യണം. അതായത് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ എണ്ണുക. അതെ, ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് ഒന്നും കാണാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഡിപ്രഷനിലേക്ക് ആയി പോകണം. കാരണം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ശരിക്കും എന്താ പറയുക, ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ശരിക്കും മറന്നു പോവാം. നമുക്ക് മുമ്പിൽ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരുടെ മനസ്സ് ശരിക്കും ചുരുങ്ങി പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമുക്ക് അതിലും ഉപരി അതിനെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണിയാൽ മതി. ആ അനുഗ്രഹങ്ങളൊക്കെ എക്സാമ്പിളൊക്കെ പറയാനാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നം വരികയാണെങ്കിൽ, നിങ്ങൾ എത്ര പേര് സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എണ്ണുക, നിങ്ങൾക്ക് വേണ്ടി ശരിക്കും കെയർ ചെയ്യുന്ന കാര്യം എണ്ണുക. മനസ്സിലായി? ഇപ്പോൾ ജോലി കാര്യങ്ങളാണ് പ്രശ്നമെങ്കിൽ, സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നം എന്താണ് അതിലാണ് ഇപ്പോൾ കടന്നു പോകണമെങ്കിൽ, ഇത്രയും നാൾ നിങ്ങളെങ്ങനെ ജീവിച്ചു, ദൈവം ഇത്രയും നാൾ നിങ്ങളെങ്ങനെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം ചിന്തിക്കുക. അത് എല്ലാത്തിനും ഒരു പോകുമ്പോഴും ദൈവം തന്നെ നമുക്ക് ഒരുക്കി തരും. നമ്മളത് വിശ്വസിക്കുക. കാരണം നമ്മളതിന് ഒന്ന് ക്ഷമയോടെ ഒന്ന് വിശ്വസ്തരായിരിക്കുക. അതെ, ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളെപ്പോഴും എന്താണ് പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഇത്രയും നാൾ നിങ്ങളെ കൊണ്ടുവന്നില്ലേ, ഇനിയും കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന് ശക്തിയില്ലേ? തീർച്ചയായിട്ടും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിനെ സ്തുതിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയുക. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റും? നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ആരും കാണുന്നില്ല. ശരിക്കും ഭൗതികമായ കണ്ണുകൾ മാത്രമേ അത് കാണാതിരിക്കൂ. നിങ്ങൾ പോലും ആഗ്രഹിക്കാറില്ലേ ശരിക്കും എന്താണ്, നിങ്ങളോട് ഒരാൾ തെറ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് അറിയാമെന്നും ആ വ്യക്തിക്ക് അറിയാം, അതുകൊണ്ട് ആ വ്യക്തി വിചാരിക്കണേണ് അത് അവനോട് പറയണമെന്നും ആവശ്യമൊന്നുമില്ല, അവനറിയാലോ, പിന്നെ എന്തിനാണ് ഞാനത് പോയി ഇങ്ങനെ ഏറ്റുപറയേണ്ടത്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കില്ല, ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ ആ ഒരു ബന്ധം ഒന്ന് ക്ലിയർ ആയനെ. ഇതിപ്പോൾ അവൻ ക്ഷമയും ചോദിക്കണില്ല, അവൻ ചെയ്തത് ശരിയാണെന്നും വിചാരിച്ച് ജീവിക്കണേരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് അറിയാം നിങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചും എല്ലാ തിന്മകളെക്കുറിച്ചും. ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് സത്യസന്ധമായിട്ട് ഓണസ്റ്റ് ഏറ്റുപറയുക, ദൈവം എനിക്കിത് പറ്റി, ഞാൻ ചെയ്ത്, എൻ്റെ സ്വന്തമായ ആഗ്രഹം. പാപം ചെയ്യണത് ആരുടെയും സ്വന്തമായ ആഗ്രഹം കൊണ്ടാണ്. ദൈവത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറ്റു മനുഷ്യരുടെ പ്രശ്നം കൊണ്ടല്ല. ഓരോരുത്തൻ സ്വന്തം മോഹം കൊണ്ടാണ്, സ്വന്തം
എന്താണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേർന്നു. യാക്കോബ് 1:13-14-15 വായിച്ചു നോക്കുക. സ്വന്തം പ്രശ്നം കൊണ്ടാണ് ഓരോരുത്തരും പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏറ്റുപറയുക. പിന്നെ ദൈവത്തിനോട് താങ്ക്സ് ഗിവിങ്, എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക. ഭക്ഷണം നമുക്ക് ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ പറയാനുണ്ട്, പറഞ്ഞു തീർക്കാൻ പറ്റില്ല ശരിക്കും ദൈവം ചെയ്ത നന്മകളും നന്ദി കരയറ്റാനായിട്ട്. അതിന് തന്നെ എന്തോരം സമയം വേണ്ടി വരുമെന്നറിയോ. അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെയുള്ള ഒരു ജീവിതം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഫിലിപ്പിയർ 2-ാം അധ്യായമൊക്കെ വായിച്ചു നോക്കി, പ്രാർത്ഥനയായാലും യാചനയായാലും ഏത് നേരത്തും, അതായത് നന്ദിയോടെ സ്തോത്രത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ റിക്വസ്റ്റുകൾ അയക്കാനാണ് ദൈവം പറയണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നന്ദി പറയേണ്ട കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ എക്സാമ്പിളും ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യം ഇപ്പോൾ ആരോഗ്യമാകാം. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് നിങ്ങളുടെ ഓരോ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അല്ലേ അറിയുള്ളൂ. ഈ ഒരു ചിലപ്പോൾ അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം തരുന്നുണ്ടാകാം, നമുക്കൊരു വീടുണ്ടാകാം, അല്ലെങ്കിൽ നല്ല മാതാപിതാക്കളുണ്ടാകാം, നല്ല ഭാര്യ ഉണ്ടാകാം, നല്ല മക്കളുണ്ടാകാം. എന്താണ് എല്ലാം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും നമുക്ക് കടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങളാണ് ദൈവം നൽകുന്നത്. കാരണം ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് മുഴുവിപ്പിക്കണം, അതായത് കംപ്ലീറ്റ് ചെയ്യാൻ വരെ സാധിക്കുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കണക്കൂട്ടും. ഇങ്ങനെ ഓഫർ ചെയ്യുന്ന ഒരു പ്രെയർ, അത് കേട്ടിട്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവമേ, അതും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള രീതിയിൽ ചോദിക്കുക. അതാണ് 1 യോഹന്നാനിലൊക്കെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ അവന്റെ ഹിതപ്രകാരമാണ് അത് യാചിക്കണമെങ്കിൽ, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാനല്ല. ദൈവം എനിക്കൊരു BMW കാർ വേണം, അല്ലെങ്കിൽ ഒരു ബെൻസ് വേണം, അതിന്റെ അപ്പുറത്തെ അയൽക്കാരനൊരു വലിയ എന്താണ് വണ്ടി മേടിച്ച് എനിക്കും വേണം അതുപോലത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ദൈവം അതിനുള്ള ഉത്തരം തരും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം ശരിക്കും കേൾക്കാം, ശ്രദ്ധയോടെ കേൾക്കാൻ പോണം. നീതിമാന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന, അതായത് അത് വളരെ ഫലം പ്രാപിക്കുമെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ. അതെ, നീതിമാന്റെ അതായത് ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് അധികം ഫലം. ശ്രദ്ധയോടുകൂടിയുള്ള നീതിമാനാകണത് ഇതനുസരിക്കുമ്പോഴാണ്. നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ യെസ്, ഓക്കെ. നമുക്ക് പഴയ നിയമത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ശലോമൻ രാജാവാണ്. ശലോമൻ രാജാവായിട്ട് ശലോമൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? എനിക്ക് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള ജ്ഞാനവും വിവേകവും തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശലോമന് പ്രാർത്ഥിക്കാറുന്നു, ദൈവമേ എനിക്ക് എല്ലാ രാജ്യത്തെക്കാളും എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ശക്തനും ആരും കീഴ്പ്പെടുത്താൻ പറ്റാത്തവനുമായി ഇരിക്കണമെന്ന് സ്വാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുന്നു. പക്ഷെ ശലോമൻ പ്രാർത്ഥിച്ചെന്താ? ജ്ഞാനവും വിവേകവും തരണം. പക്ഷെ അതിൽ ദൈവം സന്തോഷിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. ശലോമന്റെ പ്രാർത്ഥനയിൽ ദൈവം സന്തോഷിച്ചതായിട്ട്. അതെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ തന്നെ ഡിവോട്ട് ചെയ്യുക. അതായത് പ്രാർത്ഥനയിൽ എപ്പോഴും ഡിവോട്ട് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ തന്നെ ഉറ്റിരിക്കുക. നിങ്ങളുടെ എല്ലാ ഡിപ്രഷനും വിഷാദവും, പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. നിങ്ങൾ മരുന്ന് കഴിച്ച് നിങ്ങളുടെ ശരീരം നശിപ്പിക്കണേന് നല്ലത് ദൈവം വെച്ചിരിക്കുന്ന വഴി അതുപോലെ തന്നെ പിന്തുടരുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഫിസിക്കലായിട്ടുള്ള ഒരു ഡാമേജസ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, നമ്മുടെ ചിന്തകൾ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മുടെ ചിന്തകളിലേക്ക് അത് കൂടുതലായിട്ട്, അതായത് ഡിവോട്ട് എന്ന് പറയുമ്പോൾ ഉറ്റിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളത് മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യണം. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം നമ്മളുടെ പ്രാർത്ഥനകളെ വളരെയധികം വിലമതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷേ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നമ്മൾ പാപങ്ങളെ കഴുകിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നന്ദിയോടെ ദൈവത്തിന് സ്തുതി കരയറ്റുക, പാപങ്ങളെ ഏറ്റുപറയുക, പിന്നെ നന്ദി കരയറ്റുക, പിന്നെ നമ്മുടെ ആവശ്യങ്ങളും ഇതെല്ലാം ദൈവത്തിനോട് സമർപ്പിക്കുക. ഇതൊക്കെ ദൈവത്തിന് നേരത്തെ തന്നെ അറിയാം, പക്ഷെ നമ്മൾ ചോദിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ, ഏതൊരു അപ്പനാണെങ്കിലും അത് ആഗ്രഹിക്കില്ല, എൻ്റെ മകനെ ചോദിക്കട്ടെ, അവനത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അവൻ ചോദിക്കട്ടെ. അപ്പം നമ്മൾ ആ ഒരു എളിമയും താഴ്മയും കൂടിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം നമ്മളെ തന്നെ പാകപ്പെടുത്തേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യ സ്വഭാവത്തോടെ നമുക്ക് ഒതുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും എന്താണെങ്കിലും ഇത് ഡെയിലി ബേസിസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നമ്മളെ സഹായിക്കും. പിന്നെ ഇതിൻ്റെ ആ ഒരു ഫലം എന്താണ്, ഇന്ന് പ്രാർത്ഥിച്ച് നാളെ തന്നെ ആ ഒരു ഫലം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, നിങ്ങളുടെ ഡിപ്രഷനും അല്ലെങ്കിൽ വിചാരപ്പെടുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഒറ്റടിക്ക് മാറി. നാളെ തന്നെ, ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ മാറുമെന്നല്ല. കാരണം പല ആൾക്കാരും ഇപ്പോൾ നേരത്തെ സംസാരിച്ചാലും വഴിപാട് നേരുന്നത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. അല്ലെങ്കിൽ
എനിക്കിന്ന് പ്രാർത്ഥിച്ചു ദൈവം കാർ എടുക്കാൻ സാധിക്കണം, ഈ മാസം തന്നെ കാർ എടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ കാർ കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം, അതൊരു വിഷമമായി. പിന്നെ ദ റിയൽ സൊല്യൂഷൻ ഓൾവേസ് ടേക്സ് ടൈം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കടം ഉണ്ടാക്കാനാണ് എളുപ്പം, അല്ലെങ്കിൽ കടം വീട്ടി തീർക്കാനാണ് എളുപ്പം? കടം വീട്ടി തീർക്കാനാണ് പാട് അല്ലേ? അതെ. കടം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഡിപ്രഷൻ ആണെങ്കിലും വിചാരപ്പെടുന്ന സ്വഭാവമാണെങ്കിലും അത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ അത് കളയാനായിട്ട് വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ വിശ്വസ്തമായിട്ട് ചെയ്യുക. ദൈവമായിട്ടുള്ള ബന്ധം, ദൈവം തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതെ, ഇന്നത്തെ ലോകത്തിൽ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്നുള്ള ആ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നൂഡിൽസ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കോഫി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ്. പെട്ടെന്ന് കിട്ടണം, പെട്ടെന്നൊരു ഗേൾ ഫ്രണ്ട്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സുഖം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുറച്ച് പൈസ, എന്താണ് തലവേദനക്കുള്ള മരുന്ന്, പെട്ടെന്നുള്ള പൈസ അല്ലേ? അതെ, പൈസ പെട്ടെന്ന് കിട്ടണം, പെട്ടെന്ന് കോടീശ്വരനാകാനുള്ള വഴി. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇന്നത്തെ ഈ ലോകത്തിൽ. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്നെല്ലാം ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടി മരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പില്ല് കഴിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുക വലിച്ച് ഒരു കഞ്ചാവ് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മറക്കാമല്ലോ, വേറൊരു ലോകത്തിലേക്ക് പോവാം, സഞ്ചരിക്കാം. പക്ഷേ അങ്ങനെയല്ല. അതൊക്കെ പെട്ടെന്ന് പോയിട്ട് പിന്നെയും അതിനും പെട്ടെന്നായിരിക്കും വരിക, അത് ഡബിളായിട്ട്. അതെ, അതൊക്കെ ശരിക്കും താൽക്കാലികമായിട്ട് ശരിക്കും നമ്മളെ തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ശരീരത്തെ നശിപ്പിക്കുന്നു, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും എന്നും, അതായത് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് അതിനകത്ത് ഉണ്ടാവില്ല. കാരണം ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഒന്ന് മയങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിന്റെ കിക്ക് കഴിഞ്ഞു, പിന്നെ അവൻ അതിനെപ്പറ്റി തന്നെയല്ലേ ചിന്തിക്കുന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾക്ക് റിയൽ സൊല്യൂഷൻ, ശരിക്കുള്ള സൊല്യൂഷൻ ആണെങ്കിൽ സമയമെടുക്കും എന്നുള്ള കാര്യം നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വസ്തയോടും ക്ഷമയോടും കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും. അതെ, ഇപ്പൊ ഫിലിപ്പിയർ 4:7 വാക്യം, അധികം വാക്യങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അഡ്വൈസുകളാണ്. ഫിലിപ്പിയർ 4:6-7 കൂടി വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട്, നേരത്തെ പറഞ്ഞില്ലേ, നന്ദി കയറിയേറ്റുക, സ്തോത്രത്തെ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്തോത്രം ചെയ്യുക, പ്രൈസ് ചെയ്യുക, ദൈവത്തോട് അറിയിക്കുക എത്രയേ വേണ്ടത്. പിന്നെ അടുത്ത 7 വാക്യത്തിൽ, എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്രഷനും വിചാരപ്പെടുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കണവർക്ക് ഒരു കാര്യമാണ് ഇല്ലാത്തത്. എന്താണെന്നറിയോ? സമാധാനം, പീസ്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതായത് നിങ്ങൾക്ക് ലോകത്തിലുള്ളവർക്ക് പോലും മനസ്സിലാവില്ല ഇവനെങ്ങനെ ഇത്രയും സമാധാനം കിട്ടി ഇത്രയും ഉള്ള ഈ ഒരു അവസ്ഥയിൽ. കാരണം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ നമ്മുടെ എഴുതിയിരിക്കുന്ന ഒരു പക്ഷേ എന്നല്ല, എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്. അതെ, 100% ദൈവത്തിൽ നിന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും അതിജീവിക്കുവാൻ, ഈ കാര്യങ്ങൾ അതിജീവിക്കുവാൻ, ശരിക്കും വിജയിക്കുവാൻ, ശരിക്കും ഈ കാര്യങ്ങളെ ശരിക്കും നിങ്ങൾ യഥാർത്ഥമായി ആത്മാർത്ഥമായത് അതിജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടാകുക. പൂർണ്ണ ഹൃദയത്തോടുകൂടി, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടും കൂടി ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടാകാം. ആ മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക. മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തി എടുക്കണം. കാരണം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ അതിനെ ശരിക്കും എന്താ പറയുക, ആ മനഃപൂർവ്വമായിട്ട് നമ്മളെ മനസ്സിനെ എന്താ പറയുക ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ആ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അതെ, ഇപ്പൊ നിങ്ങൾ ഒളിമ്പിക്സിലൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ ജയിക്കാൻ വേണ്ടി കളിക്കണേണ്. അപ്പൊ ജയിക്കാൻ വേണ്ടി അവർ വെറുതെ വീഡിയോ ഗെയിമും കളിച്ചിരിക്കണേണ്. ഒളിമ്പിക്സിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഗെയിം, ഒളിമ്പിക്സിൽ ചാടാനായിട്ട് ഈ ഒരു വീഡിയോ ഗെയിം കളിച്ചത്, അല്ലെങ്കിൽ സ്വിം ചെയ്യാനായിട്ടുള്ള വീഡിയോ ഗെയിം, അതൊക്കെ കളിച്ചിട്ടാണ് അവരിയ്ക്കുന്നത്. അല്ല, അതിനുവേണ്ടി അവർ വളരെയധികം കഠിനമായിട്ടാണ്, എത്ര മണിക്കൂറാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ശരിയായ രീതിയിൽ ഉറങ്ങുന്നു, ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു, ശരിയായ രീതിയിൽ കോച്ചിങ് കിട്ടുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. ഫാമിലി പോലും അവരെ തടയണമെന്ന് അവർ സമ്മതിക്കൂല. കാരണം അവരുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമാണ്, എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ ട്രോഫി എടുക്കണം. കാരണം അവരുടെ പോയിന്റ് എന്താ പറയുക, അവരുടെ സെയിം ഫോക്കസ് വരുന്നത് ആ ഒരു പ്രൈസിലേക്കാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയും ഏറ്റവും വലിയ ഫോക്കസ് നമ്മൾ ജീവിതത്തിൽ കൊടുക്കേണ്ടതും ദൈവത്തിനാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അതിന് ഒരുപാട് പരിശീലനം ആവശ്യമുണ്ട്, നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടത് ആവശ്യമുണ്ട്. ആ പ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് ആ വിജയം കൈവരിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് ശരിക്കും വിജയം വേണമെങ്കിൽ വെറുതെ കളിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഡെയിലി ബേസിസ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം,
അറിയാത്തവരെല്ലാവരും എല്ലാവരും ബുദ്ധിമാന്മാരാണ്, ആരും മണ്ടന്മാരല്ല. എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ചെയ്യാനായിട്ടുള്ള, എനിക്കിതൊക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാനായിട്ടുള്ള അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ. ഇപ്പോൾ 1 പത്രോസ് അവസാനമായിട്ട് 2 വാക്യം കൂടിയുണ്ട്. അതായത് 1 പത്രോസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ് ഈ ഒരു വിഷയത്തിൽ. 1 പത്രോസ് 5:6, 7 ഒന്ന് വായിക്കാം. ഇത് കണ്ടോ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുവാനാണ് പറയുന്നത്. ദൈവം കറക്റ്റ് സമയത്ത് നമ്മൾ ഉയർത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്, പവറുണ്ട്. 7-ാം വാക്യത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിനെ പോലെ ആരുമില്ല, കരുതുന്നതാകിയാൽ നിങ്ങൾ സകല ചിന്താകുലവും, അതായത് എല്ലാ കെയറും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് പറയണത്. ഒന്ന് ആലോചിച്ചേക്കേ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു ഡിപ്രഷനും പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ ചിന്താകുലങ്ങളും എല്ലാ വിചാരങ്ങളും, എൻ്റെ ഇത് ഈ പ്രശ്നം ആ പ്രശ്നം, ഇതെല്ലാം ദൈവത്തിങ്കിലേക്ക് ഇട്ടുകളെ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നു ശരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാക്യമാണ് മത്തായി 11:28. യേശു പറയുന്ന കാര്യം, അതായത് അധ്വാനിക്കുന്നവരും ഭാരം എന്ന് പറയുമ്പോൾ ആരാണ് ഭാരം ചുമക്കാത്തത്? മനസ്സിൽ മാനസികമായ ഭാരം, എന്താണ്, പല രീതിയിൽ വേദനകൾ, ദുഃഖങ്ങൾ, പാപത്തിൻ്റെ ഭാരം. പക്ഷെ എല്ലാവരോടും യേശു പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതുപോലെ പറയുന്ന വേറെ ആരുള്ളത്? വേറെ ഏത് നേതാവാണുള്ളത്? ഏത് ദൈവമാണുള്ളത്? കാരണം നമുക്കതൊരു ഉറപ്പുള്ളൊരു ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. കാരണം അവനത് വെറുതെ നിന്നുകൊണ്ടല്ല, മനുഷ്യനായി വന്ന് 100% നമ്മളെ കാണിച്ച് എല്ലാം അതിജീവിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് പറയണത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് നമ്മളോട് പറയുന്നത്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു വാക്യം കൂടി നമുക്ക് അതിനോടനുബന്ധിച്ച് വായിക്കുവാണെങ്കിൽ യെശയ്യാവ് 41:10 കൂടി നമുക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതെ, നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് ദൈവം അതിനകത്ത് ഓൾറെഡി പറയണതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്നെ ഞാൻ ശക്തീകരിക്കും. അതായത് ഏതൊരു അവസ്ഥയിൽ പോയാലും ദൈവത്തിലേക്കാണ് നമ്മൾ ആശ്രയമെങ്കിൽ ദൈവം നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ ശക്തീകരിക്കും, നമ്മളെ സഹായിക്കും. കാരണം ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ നീതിയുള്ള. കാരണം നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കറയും അല്ലെങ്കിൽ ഒരു പാപവും പോലും പറ്റാത്ത നിഷ്കളങ്കമായ, അതായത് നിഷ്കളങ്കമെന്നല്ല, ഒരു കറയും ഒരു പാപവും പോലുമത്ത വെണ്മയാർന്ന കൈ. അതെ, ആ കൈ കൊണ്ടാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. അതെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറഞ്ഞ വാക്യങ്ങളും. ഇനിയും ഒരുപാട് വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ബൈബിളിൽ നിന്നെടുത്ത് ഉപയോഗിക്കാം. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ മാത്രമേ എന്നേക്കുമുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മളെ തന്നെ സബ്മിറ്റ് ചെയ്യുക, അതായത് സമർപ്പിക്കുക നമ്മുടെ പ്രാർത്ഥനയിലായാലും. കാരണം നമ്മളെ പേഴ്സണലായിട്ട് സ്നേഹിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? ശരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ അറിയുകയും ചെയ്യുന്ന ദൈവം മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെയും കരുതുന്നത് ദൈവമാണ്. നമുക്ക് സങ്കീർത്തനം 34:18 നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതെ, കാരണം ഇതിനകത്തും ദൈവം പറയണത് ഏതൊരു അവസ്ഥയിലാണെങ്കിലും ദൈവമാണ് ഏക പ്രത്യാശയും ഏക രക്ഷകനും. നമ്മൾ ഈ ഒരു വാക്യങ്ങളൊക്കെ കണ്ടു, ഒരുപാട് വാക്യങ്ങളുണ്ട് ബൈബിളിൽ നിന്ന്. നിങ്ങൾക്ക് ബൈബിൾ മുഴുവനും നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കും. അപ്പോൾ നമ്മളെ കറക്റ്റ് സമയത്ത് ഉയർത്താനും, അതായത് നമ്മളെ കറക്റ്റ് സമയത്ത് എവിടെ എത്തിക്കണമെന്ന് ദൈവത്തിനറിയാം. പ്രശ്നങ്ങളൊക്കെ മാറ്റാനും എല്ലാം ദൈവത്തിന് പറ്റും. പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറിയില്ല എന്ന് വരും. പക്ഷേ ദൈവം ഇറ്റേണലായിട്ടുള്ള ഒരു ഹോപ്പാണ്, എന്നേക്കും നിത്യജീവനായിട്ട്, നിത്യമായിട്ടുള്ള, നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിക്കും എന്നാണ് പറയണത്. അങ്ങനെയുള്ള ഒരു ഹോപ്പാണ് ദൈവം നമുക്ക് നൽകണം. അല്ലാതെ ഇന്ന് ഈ ലോകത്തിൽ ഒരു 70 വയസ്സ് വരെ ജീവിക്കുന്നു, 50 വർഷം വരെ ജീവിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഹോപ്പല്ല. പക്ഷേ എന്നേക്കുമുള്ള ഒരു ഹോപ്പ്. ഇവിടെ നമ്മൾ ഉയർന്നില്ലെങ്കിലും അവിടെ നമ്മൾ ഉയർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ ഒരു ഹോപ്പാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മൾക്ക് നൽകുന്നത്. ആ പ്രത്യാശ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള എന്ത് പ്രശ്നങ്ങളും നമുക്ക് ആ പ്രത്യാശയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതെ, കാരണം അതിലും വലുതാണ് നമുക്കുള്ള പ്രത്യാശ. പിന്നെ ഒരു കാര്യം, ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ വെറും നൈമിഷികമാണ്, സന്തോഷങ്ങൾ പോലും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നേക്കുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാം. ഈ ലോകത്തിലെ അല്പം ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് സാരമില്ല എന്ന് തന്നെ പറയുന്നവരാണ് ദൈവം തന്നെ പറഞ്ഞത്. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാനമായിട്ട് നിങ്ങളോട് പറയുന്നത്, അതായത് ഞങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു നോക്കുക, ഇതൊന്നുമല്ല ഞങ്ങൾ പറയാൻ വന്നത്. ശരിക്കുള്ള നമ്മളുടെ
മനസ്സിനെ സംബന്ധിച്ചും ഡിപ്രഷനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അതിനുള്ള ആൻസർ ബൈബിളിലുണ്ട്. നിങ്ങൾ ഇതിലേക്ക് മാത്രം നോക്കി ഇതിനനുസരിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് ആഴത്തിൽ ഡിപ്രഷനിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾ ഇതിലേക്ക് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പോയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി പാടാണ്. ഞങ്ങൾക്ക് അറിയാവുന്നവരും ഞങ്ങൾ പോലും ഡിപ്രഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അതിജീവിച്ചിട്ടുള്ളതും ഇപ്പോഴും അതിജീവിക്കുന്നതും ഈ ഒരു കാര്യത്തിലൂടെ ബൈബിളിലൂടെ മാത്രമാണ്. കാരണം ബൈബിളിലുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിള് നമ്മളെ സഹായിക്കും, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ. നിങ്ങളെയും അത് സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഞങ്ങൾ സദൃശവാക്യം 3:5 പറയുന്നു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അതെ, ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.